നമസ്കാരം. കാലങ്ങളിലൂടെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കയറ്റി വെച്ച ചില ബിംബങ്ങളുണ്ട്. അതിൽ ശരികേടുകൾ തിരിച്ചറിഞ്ഞാൽ പോലും നമുക്കതിനെ പരിപൂർണമായിട്ട് മനസ്സിൽ നിന്ന് പിഴുതെടുത്ത് പുറത്തേക്ക് കളയാൻ കഴിയില്ല. മദർ തെരേസ എന്നു പേരുള്ള ഒരു പള്ളിപ്പെണ്ണ്, അവർ ഇന്ത്യയിലേക്ക് കയറി വന്നത് ഇവാഞ്ചലിസം 2000 എന്നുള്ള പേരിലാണ്. 2000 ആണ്ടോടുകൂടി ഇവിടെ പരിപൂർണമായിട്ട് ഇവാഞ്ചലിസം, ക്രൈസ്തവവൽക്കരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മതപരിവർത്തനമായിരുന്നു അവരുടെ കുലത്തൊഴിൽ. ഹിന്ദു മത സംസ്കാരത്തെ മുച്ചൂട് മുടിക്കാൻ വേണ്ടിയിട്ട് വത്തിക്കാൻ നിയോഗിച്ചവളാണ്, വത്തിക്കാനാൽ നിയോഗിക്കപ്പെട്ടവളാണ് ഈ പള്ളിപ്പെണ്ണ്. നമ്മളൊക്കെ മദർ തെരേസ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന വെറും തെരേസ. ഇവിടെ ഇത് വെറുതെ പറയുന്നതല്ല. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ചില രഹസ്യങ്ങളുണ്ട്. ഭയങ്കരമെന്ന് പറഞ്ഞാൽ ഭീതിജനകം എന്നർത്ഥം. ഭീതിജനകമായിട്ടുള്ള ചില രഹസ്യങ്ങൾ ഈ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു 70-75 വയസ്സുള്ള ഒരാൾ, അയാളുടെ അമ്മ മരിക്കാൻ കിടക്കുകയാണ്. അവർക്ക് 95 വയസ്സുണ്ട്. ഇദ്ദേഹത്തെക്കാൾ 20 വയസ്സിന് മേലെയാണ്. കാലങ്ങളായിട്ട് ഇദ്ദേഹം അച്ഛ എന്ന് വിളിച്ചിരുന്നത് ദാമോദരൻ നായർ എന്നൊരു വ്യക്തിയെയായിരുന്നു. മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവൻ്റെ അമ്മ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, നീ അച്ഛ എന്ന് വിളിച്ചിരുന്നത് വാസ്തവത്തിൽ നിൻ്റെ അച്ഛനല്ല. നിൻ്റെ അച്ഛൻ മറ്റൊരാളാണ്. മകൻ ചോദിച്ചു, അതാരാണമ്മേ? അപ്പോഴേക്കും അവർ മരിച്ചു. അവർ കണ്ണുകൾ അടച്ചു. പക്ഷേ അമ്മ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും താൻ കഴിഞ്ഞ കുട്ടിക്കാലം മുതൽക്ക്, ഓർമ്മ വെച്ച നാൾ മുതൽക്ക് 10-70 വർഷം അച്ഛ എന്ന് വിളിച്ച ആളെ മാറ്റി വിളിക്കാൻ അദ്ദേഹത്തെ മനസ്സ് വന്നില്ല. അതല്ല അച്ഛൻ എന്ന് തൻ്റെ മനസ്സ്, തൻ്റെ ബോധം പറയുന്നുണ്ടെങ്കിലും മറ്റൊരാളെ അദ്ദേഹത്തിന് ആ അച്ഛൻ്റെ സ്ഥാനത്ത് പ്രതീക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ വന്നു. ഇതൊരു ബിംബ സൃഷ്ടിയാണ്. ആ അമ്മ ചെയ്തത് ഒരു ബിംബ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് അതിനെ ഇളക്കി മാറ്റാൻ കഴിയാതെ വന്നത്. ഇവിടെ മദർ തെരേസ എന്ന് എല്ലാവരും വിളിക്കുന്ന പള്ളി തെരേസ അവര് ഒറ്റയ്ക്ക് കേൾക്കുന്ന സമയത്ത് സൗന്ദര്യദായകമായിട്ടുള്ള, മനസ്സിനെ ഹരിക്കുന്ന മനോഹരമായിട്ടുള്ള ചില സങ്കല്പങ്ങളാണ് അവരിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഇത് തന്നെയായിരുന്നു പണ്ട് നമ്മുടെ പുരാണം പറയുന്ന, ഇതിഹാസം പറയുന്ന പൂതനയുടെ കഥയും. പൂതന ലളിതയായിരുന്നു. വാസ്തവത്തിൽ ലാളിത്യമുള്ളവൾ, ലളിത, സുന്ദരി, കുഞ്ഞുങ്ങളോടൊക്കെ വലിയ ഇഷ്ടമാണ്. കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആ യൗവനയുക്തിയായിട്ടുള്ള ലളിത എന്ന് പറഞ്ഞ സുന്ദരി ആ കുഞ്ഞുങ്ങളെ മാറോട് ചേർക്കും, അവർക്ക് മുല കൊടുക്കും. അവരുടെ നിയോഗം എന്താണെന്ന് അറിയാമായിരുന്നല്ലോ. വത്തിക്കാനിൽ നിന്നുള്ള നിയോഗമായിരുന്നു പൂതനയുടേത്. കംസൻ പറഞ്ഞയച്ചതാണ് പൂതനയെ. ഈ ലളിത കൃഷ്ണനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്നതായിട്ട് മറ്റുള്ളവരെ കൊണ്ട് തോന്നിപ്പിച്ചിരുന്ന മുലപ്പാലാണ്. പക്ഷേ വിഷമയമായിട്ടുള്ള പാലാണ് അവർ കുട്ടികൾക്ക് കൊടുത്തിരുന്നത്.
കൃഷ്ണന് കാര്യങ്ങൾ മനസ്സിലായി. കൃഷ്ണൻ അവരെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി. ഇത് തന്നെയാണ് ഈ പള്ളി തെരേസ ഇന്ത്യയിലും നടപ്പാക്കിയത്. മതപരിവർത്തനത്തിൻ്റെ ഒരു മാലാഖിയായിരുന്നു അവർ. ഇത് കാലങ്ങളിലൂടെ ഇവിടെയുള്ള ഹിന്ദുക്കൾ, മുസ്ലിങ്ങളടക്കമുള്ള എല്ലാവരും അവരുടെ നാക്കിൽ തേച്ചു കൊടുത്തു, ബുദ്ധിപൂർവം. മദർ തെരേസ, മദർ തെരേസ, മദർ തെരേസ എന്ന് പറഞ്ഞ് തെരേസയുടെ പേര് മദർന്നായി. മദർ എന്ന് പറഞ്ഞാൽ തെരേസ എന്നർത്ഥം. സ്വന്തം അമ്മയല്ല കേട്ടോ. സ്വന്തം അമ്മയെ മദർ എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ മദർ എന്ന് പറഞ്ഞാൽ അത് പര്യായ പദമാണ് തെരേസയുടെ. അങ്ങനെ ആക്കി മാറ്റിവെച്ചു. അതാണ് പറഞ്ഞൊരു ബിംബ സൃഷ്ടി എന്ന് പറഞ്ഞത്. ഇത് നിങ്ങൾ മുഴുവൻ കേൾക്കണമെന്നില്ല കേട്ടോ. കാരണം തുടക്കത്തിലെ പലർക്കും തോന്നും, അയ്യോ ഇതെന്താണ് ഈ പറയുന്നത്, ഇത് ഞാൻ കേൾക്കാൻ പാടുണ്ടോ എന്ന് പോലും സങ്കല്പിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരെന്ത് ചെയ്യണം? കേൾക്കണ്ട, കാര്യം കഴിഞ്ഞില്ലേ. ഈ സ്ത്രീ വിശുദ്ധയായിരുന്നില്ല, അവർക്കൊരു ഡിവിനിറ്റി ഉണ്ടായിരുന്നില്ല. അവരിവിടെ വന്ന് സ്ഥാപിച്ച ചാരിറ്റീസ് ഓഫ് മിഷണറി കാലങ്ങളെ കൊണ്ട് അവരെ ഒരു വലിയ വിഗ്രഹമാക്കി മാറ്റുകയായിരുന്നു. അതിനു വേണ്ടിയിട്ട് അന്നത്തെ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാർ, കവിതാകാരന്മാർ, സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാർ, രാഷ്ട്രീയക്കാർ എല്ലാവരും ഇവരെ മദറാക്കുന്ന പ്രവർത്തനത്തിന് ഉള്ള കൂലിക്കാരായിട്ട് മാറുകയാണ് ചെയ്തത്. ഇവര് വാസ്തവത്തിൽ ആരായിരുന്നു? നാട്ടുകാരെന്താണ് അറിയുന്നത്? വിശുദ്ധ മദർ, ഡിവൈൻ മദർ, സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും അതിനുവേണ്ടി ജന്മം മുഴുവൻ തപം ചെയ്ത് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നൊരു ഏഞ്ചൽ, ഒരു മാലാഖ. അനാഥർക്ക്, അതുപോലെ അശരണർക്ക്, നിരാധാരമായിട്ട് അലയുന്നവർക്ക്, ആലംബം ഏതുമില്ലാത്തവർക്ക് അവർ കാരുണ്യം ചൊരിഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ. മാനവ സേവനത്തിന് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച ഫ്ലോറൻസ് നൈറ്റിംഗേൽ, ഹെലൻ കെല്ലർ, ഇവരെയുമാണ് ഇവരെ താരതമ്യപ്പെടുത്തിയിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഒരു അവതാരം, ദൈവത്തിൻ്റെ അവതാരം പോലെ. കൽക്കത്തയിൽ ഉള്ള തെരുവുകളിൽ അനാഥരായിട്ട് പിറന്നു വീഴുന്ന കുട്ടികൾ അവരെടുത്തു കൊണ്ടുപോകും. അവർക്ക് അഭയം കൊടുക്കും, അവർക്ക് സാന്ത്വനം കൊടുക്കും, അവർക്ക് ആഹാരം, വസ്ത്രം, പാർപ്പിടങ്ങൾ കൊടുക്കും. ഇതാർക്ക് ചെയ്യാൻ കഴിയും? ഒരു ദേവതാ തുല്യ ആയിട്ടുള്ള ഒരു അവതാര മഹതിക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. പലപ്പോഴും ഈ പള്ളി തെരേസയെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അന്ന് വരിറങ്ങിയിട്ടുള്ള നിഘണ്ടുകൾ മുഴുവൻ തിരഞ്ഞാലും പുതിയൊരു പദം കണ്ടെത്താൻ കഴിയില്ല. അത്രയും ഈ ലോകത്തിലുണ്ടായ എല്ലാവിധത്തിലുള്ള മനോഹരങ്ങളായിട്ടുള്ള പദങ്ങളെ കൊണ്ടാണ് അവരെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ആയതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെയല്ല അവരെ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ മിണ്ടാതിരിക്കണം, ഞങ്ങൾക്കത് കേൾക്കണ്ട. ആ രീതിയിൽ കടൽ വെള്ളത്തിനകത്ത് ഒരു കുടം വെള്ളം ഒഴിച്ചാൽ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. കടൽ വെള്ളത്തിനകത്ത്, ഉപ്പുവെള്ളത്തിനകത്ത് ഒരു കുടം നല്ല വെള്ളം ഒഴിച്ചാൽ
കടൽ വെള്ളത്തിൻ്റെ രുചി മാറുമോ? ആയതുകൊണ്ട് തന്നെ ഇവരെ ആ ഒരു രീതിയിലാണ് ഒരു വലിയ വലിയ ഹിമാലയം പോലെയാണ് ഇവരെ പടുത്തുയർത്തിയത്. അവിടെ സത്യസന്ധമാണെങ്കിൽ പോലും ഒരു ആരോപണവും ഒരു വിമർശനവും അവിടെ ഏൽക്കില്ല എന്ന് വന്നു. ഒരു കൊച്ചു കാറ്റ് വന്ന് ഹിമാലയത്തിൽ മുട്ടിയ പോലെയായി മാറും. അങ്ങനെയാണ് അവരുടെ പെരുമയെയും മഹിമയെയും ഉയർത്തിക്കാട്ടിയത്. ലോകമെമ്പാടും ലോകം മുഴുവൻ അവർ കഴിയാവുന്ന ആദരവ് മുഴുവൻ ചൊരിഞ്ഞു. അങ്ങനെ അവസാനം അവർക്ക് നോബൽ സമ്മാനം വരെ കിട്ടി. ലോകത്തില് നോബൽ സമ്മാനത്തിന് അർഹതയില്ലാത്ത ഒരാളുടെ പേര് ഞാൻ പറയട്ടെ. ഇന്ത്യക്കാരനായി ജനിച്ചു പോയി എന്നുള്ളത് കൊണ്ട് മഹാത്മാഗാന്ധി, ന്യായീകരണങ്ങൾ പലതുമുണ്ട്, പക്ഷെ മഹാത്മാഗാന്ധിയുടെ ആ വർഷത്തിന് ആർക്കും കൊടുത്തില്ല എന്നുള്ളതാണ്. ഇന്ത്യ ഗവൺമെന്റ് അവിടെ അത്യുന്നത ബഹുമതിയായിട്ടുള്ള ഭാരതരത്നവും അവരുടെ മേലെ ചാർത്തി. ഈ പള്ളി തെരേസയുടെ സ്നേഹം, അവരുടെ തപസ്, അവരുടെ ത്യാഗം, അവരുടെ വാത്സല്യം അതങ്ങോ ഉയർന്നുയർന്നുയർന്ന് ആകാശം മുട്ടയല്ല, അതിനപ്പുറവും ആകാശ സീമകൾക്കപ്പുറവും അത് കടന്നുപോയി. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അവർക്ക് കിട്ടി. എന്തായിരുന്നു അതിൻ്റെ ക്രൈറ്റീരിയ? പലരും ചോദിച്ചെങ്കിലും ഹിമാലയത്തിൽ വന്നടിക്കുന്ന ഒരു മന്ദമാരുതനെ പോലെ ആ ചോദ്യങ്ങൾ മുഴുവൻ അപ്രസക്തമായി. സാക്ഷാൽ മഹാത്മാഗാന്ധിക്ക് പോലും നിഷേധിച്ചിട്ടുണ്ട് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം എന്നുള്ളത് ഇത്തരുണത്തിൽ സ്മരിക്കുക. എന്താണ് ഇതിന് കാരണം? എം എന്ന അക്ഷരത്തിൽ തുടങ്ങി ഐ എന്ന അക്ഷരത്തിൽ അവസാനിച്ചതാണ് അത്ര കാരണം. മഹാത്മാ എമ്മിൽ തുടങ്ങി, ഗാന്ധി ഐയിൽ അവസാനിച്ചു. അങ്ങനത്തെ ഒരാൾക്ക് നോബൽ സമ്മാനം കൊടുക്കാൻ പാടില്ല അത്രേ. ന്യായീകരണങ്ങളില്ല എന്നർത്ഥം. ഇവര് വാത്സല്യം ചൊരിഞ്ഞത് എവിടെയാണ്? ഇവർ സ്നേഹം ചൊരിഞ്ഞത് എവിടെയാണ്? ഇവരാർക്കാണ് പാലൂട്ടിയത്? ഇവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനികൾ നടത്തിയ യുദ്ധം, നാഗസാക്കി ഹിരോഷിമയിൽ ബോംബിട്ടതാരാ? അത് അമേരിക്കയാണ് ബോംബിട്ടത്. രാഷ്ട്രീയ കാരണം, ക്രിസ്ത്യാനികളല്ല. 70 ലക്ഷം ജൂതന്മാരെ കൊല ചെയ്ത ആരാ? അത് രാഷ്ട്രീയമാണ്. ജർമ്മനി ചെയ്തതാണ്, ക്രിസ്ത്യാനി അല്ല. 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും രാഷ്ട്രീയ കാരണങ്ങൾ, ക്രിസ്ത്യാനികളല്ല. ക്രിസ്ത്യാനികൾ ആരെയും കൊന്നിട്ടില്ല. അവർ സമാധാനത്തിൻ്റെ ദൂതന്മാരാണ്. ഏതായാലും എല്ലാവർക്കും അറിയാം, സ്റ്റാലിൻ അടക്കമുള്ള ആളുകൾ, പോൾ പോട്ട് അടക്കമുള്ള ആളുകൾ, മുസോളിനി അടക്കമുള്ള ആൾക്കാരോട് വകവരുത്തിയത് കോടികളായിട്ടുള്ള മനുഷ്യജീവനുകളെയാണ്. അവിടെയൊന്നും സമാധാനത്തിൻ്റെ മാർഗ ദീപമായിട്ടൊന്നും ഈ പള്ളി തെരേസ ചെന്നിട്ടില്ല. ഒരു പോരാട്ട മേഖലയിലും ശാന്തിയുടെ സമാധാനത്തിന് ദൂതുമായിട്ട് അവരുടെ പേര് കേട്ടിട്ടുമില്ല. യുദ്ധഭൂമികള് അവിടെ മുറിവേറ്റ് ജീവച്ഛവങ്ങളായിട്ട് കിടക്കുന്ന ആളുകളുടെ മുമ്പിൽ ഔഷധങ്ങളുമായിട്ട് ചെന്നെത്തിയിട്ടില്ല. എന്താണ് ഇവരുടെ യഥാർത്ഥത്തിലുള്ള അജണ്ട? അത് ഇവർ തുടങ്ങിയ കാലഘട്ടം മുതൽക്ക് 2011 തന്നെ ക്രിസ്റ്റഫർ ഹിച്ചൻസ്, HICHA, ഹിച്ചൻസ്
എന്ന പാശ്ചാത്യ ചിന്തകൻ വലിയ രൂപത്തിൽ അതിന് പ്രാമാണ്യം നൽകിയിട്ടുണ്ട്. മിഷനറി പൊസിഷൻ എന്ന പേരിലൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ഈ പള്ളി തെരേസയുടെ എല്ലാ വിധത്തിലുള്ള കള്ളത്തരങ്ങളും നമുക്ക് കാണാൻ കഴിയും. വെസ്റ്റേൺ കൾച്ചർ പടിഞ്ഞാറൻ ക്രിസ്ത്യൻ രാജ്യങ്ങളിലും അനാഥ ശിശുക്കളും അതുപോലെ അശരണരും ഒരുപാടുണ്ട്. യൂറോപ്പിലുണ്ട്, അമേരിക്കയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്, യൂറോപ്പിലുമുണ്ട്. അനാഥ ശിശുക്കളുണ്ട്. നിരാധാരന്മാരായിട്ടുള്ള ആഹാരം, വസ്ത്രം, പാർപ്പിടം പോലും മുട്ടിയ ആളുകളുണ്ട്. പക്ഷെ അവിടെയൊന്നും ചെല്ലാതെ ഈ പള്ളി തെരേസ തൻ്റെ സേവനമെന്ന പ്രക്രിയ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിലാണ്. എന്തുകൊണ്ട്? അതിന് ക്രിസ്റ്റഫർ ഹിച്ചൻസ് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞത് ഓൺലി ഫോർ കൺവർഷൻ, മതപരിവർത്തനത്തിന് വേണ്ടി മാത്രം. അനാഥ ശിശുക്കളെ അവരെടുക്കും, അവർക്ക് രക്ഷ കൊടുക്കും. പക്ഷേ മത്സ്യത്തിന് ആഹാരം കൊടുക്കുന്നത് തെറ്റാണോ? അല്ല. പക്ഷെ പലരും മത്സ്യത്തിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പുഴുക്കൾ അത് കൊടുക്കും, അതിൻ്റെ പുറകിൽ ചൂണ്ടയും ഉണ്ടാകും. അനാഥ ശിശുക്കളെ ദത്തെടുത്ത് പിന്നെ ഒരു മാമോദിസ മുക്കും. ക്രിസ്ത്യൻ മതത്തിൽ അവരുടെ പ്രധാനപ്പെട്ട ലോകമെമ്പാടും ക്രിസ്ത്യാനികളുണ്ട്. തമ്മിൽ അടിയാണ്. അതിൽ മുളച്ചു നിൽക്കുന്നത് കത്തോലിക്കരാണ്. ആ കത്തോലിക്ക സമുദായത്തിലേക്ക് മാറ്റുക, ഇതാണ് അവർ ചെയ്തിരുന്നത്. പാവപ്പെട്ട ആളുകൾ, അടിസ്ഥാനമായിട്ടുള്ള ജീവിതം നയിക്കുന്ന അശരണരായിട്ടുള്ള ആളുകൾ, അനാഥര്, അവരെയൊക്കെ അതേ രീതിയിൽ നിലനിർത്തും. ക്രിസ്ത്യൻ മതത്തിൻ്റെ അനുശാസന സംഹിതകളായിട്ടുള്ള യാതനയുടെയും സഹനീയതയുടെയും മാർഗത്തിലേക്ക് നയിക്കുക, അതായിരുന്നു അത്രേ ഇവരുടെ ഒരു രീതി. അശരണരെ അതേ രീതിയിൽ നിലനിർത്തുകയാണ്, അനാഥരെ അതേ രീതിയിൽ നിലനിർത്തുകയാണ്, സഹനത്തിൻ്റെ പേരിൽ. അതാണല്ലോ ബൈബിളിലെ അനുശാസനം. ഈ ക്രൈസ്തവ മതത്തിൻ്റെ പ്രസരണം കൃത്യമായിട്ട് ഇല്ലാതിരുന്ന് കൽക്കട്ട പ്രദേശത്ത്, ബംഗാളിൽ കൽക്കത്ത കേന്ദ്രീകരിച്ച് കത്തോലിക്ക സഭയുടെ ആധിപത്യം ഉറപ്പിക്കുക, അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഇന്ത്യയെ മാറ്റിമറിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ അധിഷ്ഠാനം പലപ്പോഴും ഒന്നിനോ ഡൽഹി, അല്ലെങ്കിൽ ബോംബെ, അല്ലെങ്കിൽ കൽക്കത്ത ആകാറാണ് പതിവ്. ഇവർ തിരഞ്ഞെടുത്തത് കൽക്കത്തയായിരുന്നു. അതും ഹിച്ചൻസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വത്തിക്കാൻ കത്തോലിക്ക സഭ അവരാസൂത്രണം ചെയ്ത് ലോകമെമ്പാടും അതിച്ചു വെച്ച നിഗൂഢമായിട്ടുള്ള മതപരിവർത്തന ലക്ഷ്യം, അതിനെ പ്രാവർത്തികമാക്കാനുള്ള സമർത്ഥമായിട്ടുള്ള ഉപാധിയായിരുന്നു ഈ ടൂൾ, ഈ ഇൻസ്ട്രുമെന്റ്, ഈ പള്ളി തെരേസ. അതിനുവേണ്ടി എഴുതി തീർക്കാൻ പറ്റാത്തത്ര പൂജ്യമിട്ടാലും അവസാനിക്കാത്ത അത്രയും കോടി ഡോളർ അവർ പിന്നീട് അവരുടെ രാജ്യത്തേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഇതിനു വേണ്ടി കിട്ടുന്ന പൈസകൾ അവരെഴുതിയിട്ടുള്ള താരാട്ടുപാട്ടുകൾ, പുസ്തകങ്ങൾ, സ്നേഹം വഴിഞ്ഞൊഴുകുന്ന വരികൾ അടങ്ങിയ പുസ്തകങ്ങൾ, അതിൻ്റെ പൈസ വേറെ.
ഗർഭനിരോധന മാർഗങ്ങളെ ഇന്ത്യയിൽ അനിയന്ത്രിതമായിട്ടുള്ള രീതിയിലുള്ള ജനപ്പെരുപ്പം, ഈശ്വരൻ തരുന്ന മക്കൾ എന്ന കോൺസെപ്റ്റിൽ ഒരു വീട്ടിൽ 6, 7, 8, 9, 10 കുട്ടികൾ അത്ഭുതമല്ലാത്ത ഒരു രാജ്യം. അവിടെ ഗർഭനിരോധനം അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ഇവരതിനെ എതിർക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും നമ്മളത് കാണുന്നുണ്ട്. പള്ളിക്കാരും പട്ടക്കാരും അവരുടെ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ കൂടുതൽ പ്രസവിക്കൂ. അവർക്ക് വേണ്ടുന്ന ആഹാരം അതെവിടെ നിന്ന് കിട്ടും? അതിനവർക്ക് ഉത്തരവില്ല. ഇന്ത്യയിൽ നിന്നല്ലേ കിട്ടുള്ളൂ. മക്കളുടെ എണ്ണം പെരുതി ജനപ്പെരുപ്പം വന്നാൽ അത്രത്തോളം വിളവ് ഇവിടെ ഉണ്ടാകില്ലല്ലോ. ഏതായാലും കത്തോലിക്ക സഭയുടെ അനുശാസനം അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു തരത്തിലുള്ള മനുഷ്യയന്ത്രമായിരുന്നു അവര്. ഗർഭഛിദ്രത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അവർ നടത്തിയിട്ടുണ്ട്. അനാഥർ പിറന്നു വീഴുന്നത് തടയണമെങ്കിൽ അവരുടെ പിറവി ഒഴിവാക്കണമെന്ന് യുക്തിസഹമായിട്ടുള്ള മാർഗത്തിൽ ഈ പള്ളിത്തെരേസയുടെ സേവന പദ്ധതികളിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. ഇന്ത്യയിലാണ് ഒരു കുട്ടി പറന്നു വീഴുന്നതെങ്കിൽ, രണ്ടാമത് കുട്ടി പറന്നു വീഴുന്നതെങ്കിൽ എണ്ണം കൂടുന്തോറും ആ വീട്ടിലുള്ള കുട്ടികൾക്ക് മാത്രമല്ല മൊത്തം സമൂഹത്തിന് തന്നെ ആപത്താണ്. ആരോഗ്യമില്ലാത്ത കുട്ടികൾ അവരാണ് പലപ്പോഴും അനാഥന്മാരാകുന്ന. ആഹാരമില്ല, വസ്ത്രമില്ല, പാർപ്പിടമില്ല, അവർ വലിച്ചെറിയപ്പെടുന്നു. അതാണ് ഇവർക്ക് വേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഗർഭനിരോധനത്തിലും ഗർഭഛിദ്രത്തിനുമെതിരെ അവർ വലിയ രൂപത്തിലൂടെ പ്രക്ഷോഭം നടത്തിയതും പ്രചരണം നടത്തിയതും പൈസ ഒഴുക്കിയതും. 4 കുട്ടികൾ കൂടുതൽ ഉണ്ടാക്കിയാൽ 5ാമത്തെ കുട്ടി മുതൽക്ക് അവരുടെ ചെലവ് ക്രൈസ്തവ സഭ ഏറ്റെടുക്കുമെന്ന് ഈ അടുത്ത കാലത്താണ് ഒരു പ്രഖ്യാപനം ഉണ്ടായത്. വെറുതെ അല്ല ഇത്. അന്ന് പള്ളിത്തെരേസ ചെയ്ത ആ കാര്യത്തിനെ പിൻപറ്റിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാനഡയിലെ ഗവേഷണ പ്രൊഫസർമാരുടെ നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകൾ അത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ തമസ്കരിച്ചു. ഈ പള്ളിത്തെരേസയെക്കുറിച്ച് രാഷ്ട്രീയ കാരണങ്ങളാൽ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ പേരിൽ അവർക്ക് ഭാരതരത്നം കൊടുക്കുകയും ചെയ്തു. കൂടുതൽ കുട്ടികൾ ഉണ്ടാകാതെ ഒന്നാമത്തെ പ്രശ്നം എന്താണ്? ഇപ്പോൾ കേരളത്തിൽ സഭയിലേക്ക് സഭാപ്രവൃത്തി ചെയ്യാനായിട്ട് കന്യാസ്ത്രീകളെ കിട്ടാനില്ല. ഡീക്കനച്ചന്മാരെയും പള്ളി പാതിരിമാരെയും കിട്ടാനില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരവാണ് പലയിടത്തും, ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ. പല മാഗസിനുകളും പല പത്രങ്ങളും, ഔട്ട്ലുക്ക് മാഗസിൻ കാനഡ പ്രൊഫസർ ജെനിവേവ് ചെനാർഡുമായിട്ട് നടത്തിയ ഒരു വിശദമായിട്ടുള്ള ആഭിമുഖ്യം 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആഭിമുഖ്യത്തിൽ യാതൊരു കാരണവശാലും സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് ഈ പള്ളിത്തെരേസ അർഹമല്ലാന്ന് സർവ്വ തെളിവുകളും നിരത്തിയിട്ട് അദ്ദേഹം ബോധിപ്പിച്ചിട്ടുണ്ട് ഔട്ട്ലുക്ക് മാഗസിനെ. മരിക്കാൻ കിടക്കുന്ന രോഗികൾക്ക് വേതന സംഹാരി പോലും അവർ നൽകിയിരുന്നില്ല. ബോധമുദിക്കാത്ത പ്രായത്തിൽ, ഇളം പ്രായത്തിൽ കുട്ടികളെടുത്ത് മാമോദിസ മുക്കി ക്രിസ്ത്യാനികളാക്കി, പ്രത്യേകിച്ച് കത്തോലിക്കരാക്കി മാറ്റിയ ഈ പള്ളിത്തെരേസയുടെ നടപടി അതിൽ സ്നേഹത്തിൻ്റെയോ ദയയുടെയോ
പരപരിഗണനയുടെയോ ഒരു ലാഞ്ചന പോലും അതിനകത്തുണ്ടായിരുന്നില്ല. മതപരിവർത്തനം മാത്രമായിരുന്നു ലക്ഷ്യമെന്നർത്ഥം. മതപരിവർത്തനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു പ്രവർത്തനം മാത്രമായിരുന്നു അവരുടേത്. പക്ഷേ ഇന്ത്യയിലുള്ള സാമൂഹിക സംഘടനകൾ, ഹിന്ദുമതത്തിൻ്റെ വക്താക്കൾ വലിയ രൂപത്തിൽ അതിനെ ചൂണ്ടിക്കാണിച്ചില്ല. കാരണം മുമ്പ് പറഞ്ഞ പോലെ അവരുടെ ആളുകൾ വത്തിക്കാൻ കേന്ദ്രമാക്കിയുള്ള പ്രവർത്തനത്തിലൂടെ ഇവരൊരു മഹാമലയാക്കി വളർത്തി. ഹിന്ദു സംഘടനകളുടെ അവർ പുറപ്പെടുവിക്കുന്നൊരു മന്ദമാരുതൻ ആ മലയെ വീഴ്ത്താൻ പര്യാപ്തമായിരുന്നില്ല. ഭോപ്പാൽ ദുരന്തമുണ്ടായി. അന്ന് അവിടെ സേവന സന്നദ്ധതയുമായിട്ട് ഓടിയെത്തിയവരാണ് സർവ്വ ആളുകളും. അവിടെ ഓടിയെത്താതെ വന്നത് ഇവരും ഇവരുടെ ചാരിറ്റി മാത്രമായിരുന്നു അവിടെ എത്താതെ വന്നത്. അതിന് കാരണമുണ്ട്. അവരെന്നൊരു പ്രസ്താവന ഇറക്കി, തെറ്റുപറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി, നാം ഇത് പൊറുക്കേണ്ടുന്നൊരു അപകടമാണിത്, മനഃപൂർവ്വം ചെയ്തതല്ല എന്ന രീതിയിൽ. അതിനൊരു കാരണമുണ്ട്. ഇതിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന, ഇതിന് നടത്തിപ്പുകാരായിരിക്കുന്ന യൂണിയൻ കാർബൈഡ് ഫാക്ടറി, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ വാറൻ ആനന്ദേശൻ അഥവാ ആൻഡേഴ്സൺ, യെസ്, അതിൻ്റെ സുഹൃത്തായിട്ടുള്ള ചാൾസ് കീറ്റിംഗ് എന്ന പേരായിട്ടുള്ളൊരു ഫ്രോഡ് അമേരിക്കൻ ജനങ്ങളെ പല രൂപത്തിലും പല ഭാവത്തിലും പറഞ്ഞ് പറ്റിച്ച് 250 ലക്ഷം രൂപയാണെന്ന് കരസ്ഥമാക്കിയത്. ആ ചെയ്തിട്ടുള്ള മഹാ അപരാധത്തിൻ്റെ മേലെ ദുർഗന്ധവാഹിനിയായിട്ടുള്ള അമേദ്യത്തിൻ്റെ മേലെ പൂക്കൾ വിതറുന്ന പോലെ ആ 250 ലക്ഷത്തിൽ 50 ലക്ഷം മദർ തെരേസയുടെ അണ്ണാക്കിലേക്കാണ് തിരികെ കൊടുത്തത്. ചാൾസ് കീറ്റിംഗ് അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ സമയത്ത് അയാളെ ചോദ്യം വിചാരണ ചെയ്യേണ്ടുന്ന ജഡ്ജിക്ക് ഈ പള്ളി തെരേസ ഒരു കത്തെഴുതി. യേശുവിൻ്റെ നാമത്തിൽ പൊറുക്കണം. അതാണ് ആ കത്തിൻ്റെ രത്നച്ചുരുക്കം. അത് ലോകമെമ്പാടും പ്രചരിച്ചൊരു കത്താണ്. കോൺഗ്രസ് ഗവൺമെന്റിൽ പരിപൂർണ പിന്തുണ, മാധ്യമങ്ങളുടെ പ്രചാര പ്രക്രിയകൾ, ഇവരെല്ലാവരും കൂടി ഇവരെ മുമ്പ് പറഞ്ഞ പോലെ ഹിമാലയമാക്കി ഉയർത്തി. വിശുദ്ധിയുടെ ഹിമാലയം, സേവനത്തിൻ്റെ ഹിമാലയം, ഇന്ത്യയുടെ മാതാവാക്കി മാറ്റി. 1970 ഇവർക്കെതിരെ രൂക്ഷമായിട്ട് ശബ്ദിച്ച ഒരാളുണ്ടായിരുന്നു, ഒരു ഇന്ത്യക്കാരൻ. അദ്ദേഹം ജബൽപൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു തത്വചിന്ത മതാത്മക വിഭാഗത്തിലെ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് രജനീഷ് എന്നായിരുന്നു. പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത് ജപ്പാൻ ഭാഷയിലുള്ള വിശുദ്ധാത്മാവ് എന്ന പേരിലുള്ള ഓഷോ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ദാറ്റ് മീൻസ് ഓഷോ രജനീഷ്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, മീൻ പിടിക്കുമ്പോൾ എന്തിനാണ് ചൂണ്ട? മീന് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറമെ ചൂണ്ടയിടേണ്ടതില്ലല്ലോ. ഒരു അനാഥ ശിശുവിനെ സംരക്ഷിക്കാൻ ഏറ്റെടുക്കുമ്പോൾ എന്തിനാണ് ആ കുട്ടിയെ റോമൻ കാത്തലിക് ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നത്? ഇതാണ് രജനീഷിൻ്റെ ചോദ്യം. അതിന് രജനീഷിന് കിട്ടിയ മറുപടി എന്തായിരുന്നു എന്നറിയാമോ? ഞങ്ങളുടെ കർത്താവിൻ്റെ കാരുണ്യം അവന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവനെ കത്തോലിക്കനാക്കിയത്, അല്ലെങ്കിൽ കർത്താവ് അവനെ അനുഗ്രഹിക്കില്ല.
ഈശ്വരൻ, അഖില ലോകത്തിനും അധിപതിയായിട്ടുള്ള ഈശ്വരൻ, മുള്ളും മുരടും മൂർഖം പാമ്പിനും ഈശ്വരനായിട്ടുള്ള ആ പരമ ചൈതന്യം, അതിൻ്റെ വാത്സല്യം, പരിഗണന വത്തിക്കാൻ കേന്ദ്രമാക്കിയിട്ടുള്ള കത്തോലിക്കർക്ക് മാത്രമേ കിട്ടൂ എന്നുള്ളത് വിസ്മയാവഹമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പള്ളി തെരേസയ്ക്ക് മറുപടി കൊടുത്തത് രജനീഷ്, ഓഷോ രജനീഷ്. അനാഥ ശിശുക്കൾ, രോഗികളായിട്ടുള്ള ശിശുക്കൾ, ആരോഗ്യം ഒട്ടുമില്ലാത്ത ശിശുക്കൾ പിറക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? അവരെ പിറപ്പിക്കാതിരിക്കുന്നതല്ലേ? അതല്ലേ ഈശ്വരൻ ഇഷ്ടപ്പെടുക എന്ന ചോദ്യവും ഓഷോ രജനീഷ് ഉന്നയിക്കുകയുണ്ടായി. ഗർഭനിരോധനവും ഗർഭഛിദ്രവും ഒഴിവാക്കണമെന്ന് കർത്താവ് എവിടെയാണ് കൽപ്പിച്ചിട്ടുള്ളത്? ഈ ചോദ്യവും ഓഷോ രജനീഷിന്റെ ഭാഗത്തുനിന്നുണ്ടായി. മോസസ് അദ്ദേഹം കടന്നു പോകാൻ കടലിൽ വഴിയൊരുക്കിയ കർത്താവിന് ഗർഭനിരോധന ഉപാധികളുടെ നിർമ്മാണം തടഞ്ഞുകൂടെ എന്നൊരു രസകരമായിട്ടുള്ള എന്നാൽ ഗൗരവതരമായിട്ടുള്ള ചോദ്യവും തൻ്റെ കത്തിൽ രജനീഷ് ഉൾപ്പെടുത്തിയിരുന്നു. അതിന് ഈ പള്ളി തെരേസയുടെ മറുപടി, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങളുടെ കർത്താവ് പൊറുക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. കർത്താവ് എന്നോട് പൊറുക്കണം, കർത്താവ് ഞാനെന്ന രജനീഷിനോട് പൊറുക്കണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. എന്തിനാണ് കർത്താവ് എന്നോട് പൊറുക്കുന്നത്? അതിന് തക്ക എന്തു കുറ്റമാണ് ഞാൻ ചെയ്തത്? എനിക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരവും അവകാശവും തന്നത്? എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മാർഗത്തിൽ എന്തിനാണ് തെരേസെ നിങ്ങളുടെ കർത്താവിനെയും ഈശ്വരനെയും കൊണ്ട് നിർത്തുന്നത്? നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളുടെ മുന്നോട്ടുള്ള ഗമനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മാർഗമുണ്ട്. അതിലെനിക്ക് ബോധ്യമാകാത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതൊരു പാപമല്ലല്ലോ. അതിന് ആരും ഒരു ശിക്ഷ നൽകേണ്ടതില്ല. അതിൻ്റെ പേരിൽ ശിക്ഷ കൊടുക്കാതിരിക്കണം എന്ന് പറഞ്ഞ് പൊറുക്കണമെന്ന് പറഞ്ഞ് അഭ്യർത്ഥിക്കേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ ദത്തെടുക്കുന്ന ഓരോ കുഞ്ഞിനെയും, ആ കുഞ്ഞ് ജനിച്ചത് ഹിന്ദു മതത്തിലാണോ ഇസ്ലാമിലാണോ ആണെങ്കിൽ ആ മതങ്ങളിൽ വളരാൻ അവരനുവദിക്കാത്ത നിങ്ങൾക്കെതിരെ കോടതിയിൽ പോലും പോകാൻ എനിക്ക് കഴിയും കേട്ടോ എന്ന വിശദീകരണത്തോടു കൂടിയിട്ടാണ് ഓഷോ രജനീഷ് ഈ പള്ളി തെരേസയ്ക്കുള്ള കത്തുകൾ അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. ഈ പള്ളി തെരേസയുടെ അനാഥാലയത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് മെഡിക്കൽ പരിശോധനകളുടെ വ്യക്തമായതിനെ തുടർന്ന് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനെത്തിയ അമേരിക്കൻ ദമ്പതികളുടെ അനുഭവ കഥ ചില മാധ്യമങ്ങൾ, പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദത്തിനെത്തിയ അമേരിക്കൻ ദമ്പതികളോട് 700 കുട്ടികളിൽ നിന്ന് ആരെ വേണമെങ്കിലും ദത്തെടുക്കാമെന്നായിരുന്നു തെരേസയുടെ ആദ്യ പ്രതികരണം. ദമ്പതികള് ദത്ത് നടപടികൾ പൂർത്തിയാക്കുന്നതിന് തുടങ്ങുമ്പോഴാണ് തെരേസ അന്വേഷിച്ചത് അവരേത് മതത്തിൽപ്പെട്ടവരാണെന്ന്. പ്രൊട്ടസ്റ്റൻസ് ആയിരുന്നു അവര്. മാർട്ടിൻ ലൂതർ
സ്വരൂപിച്ച് പ്രൊട്ടസ്റ്റന്റ് മതം, നോട്ട് മാർട്ടിൻ ലൂതർ കിങ്. ഏതായാലും അതോടുകൂടി ദത്ത് നിഷേധിച്ചു. ദമ്പതികൾ അമ്പരന്ന് പോയി. എന്താണിത്? എന്താണ് തെരേസയുടെ മതം മാറ്റത്തിനുള്ള കാരണം? അതിനൊരു പറഞ്ഞ ന്യായീകരണം, എൻ്റെ കുട്ടികൾ കത്തോലിക്ക മതത്തിൽ വളരണം, കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, പക്ഷേ മറ്റൊരു മതത്തിലേക്ക് ഞാൻ ദത്തു കൊടുക്കില്ല, യോജിച്ചു പോവില്ലെന്നാണ് പറഞ്ഞത്. ലോകമെമ്പാടും ഇവരെ മാതാവായിട്ടും വിശുദ്ധിയായിട്ടൊക്കെ പ്രകീർത്തിക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ അവരുടെ ഈ പ്രതികരണം ആ അമേരിക്കൻ ദമ്പതികളെ വല്ലാതെ ഉലച്ചു. അവരുടെ മനസ്സിനെ അവർ വല്ലാതെ രോഷാകുലരായി. അവർ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു കാർക്കശ്യം പ്രകടമാക്കുന്നതിൻ്റെ അർത്ഥശൂന്യത, അവർ പറയുന്ന വാത്സല്യത്തിൻ്റെയും പരപരിഗണനയുടെയും സ്നേഹത്തിൻ്റെയും അർത്ഥശൂന്യത, അസംബന്ധം, അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങൾക്ക് കത്തെഴുതി. പക്ഷേ അവിടെയും ഇവിടെയും അത് പ്രത്യക്ഷപ്പെട്ടു എന്നല്ലാതെ അതിനൊരു പ്രാധാന്യവും കിട്ടിയില്ല. പാശ്ചാത്യ രാജ്യങ്ങളിലെ ചില പത്രങ്ങളിൽ ദമ്പതികൾ അവരുടെ ഫോട്ടോസും കത്തും അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും അത് ഏറ്റെടുക്കാൻ അതിനൊരു അനുരണനം അതുണ്ടായില്ല. കനേഡിയൻ യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാരുടെ ഗവേഷണ പഠനങ്ങൾ ഈ പള്ളി തെരേസയെക്കുറിച്ചുള്ള ഒരു വിചാരണയാണ്. പക്ഷേ ആ വിചാരണയുമായിട്ട് പങ്കുചേർന്ന് പോകാൻ, ആ യാഥാർത്ഥ്യത്തെ മനസ്സിൽ കയറ്റാൻ എത്ര പേര് അതിനുവേണ്ടി പ്രയത്നിക്കുന്നു അറിയില്ല. ഈ പള്ളി തെരേസയിൽ നിന്ന് എന്തൊരു ഗുണപാഠമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്? ലോകസമാധാനം, അതിന് ഭീഷണി ഗർഭഛിദ്രം, ഉൽപ്പാദിപ്പിക്കുക, കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുക, ആരോഗ്യമില്ലാത്ത കുട്ടികളെ, പെറ്റു വീഴുമ്പോൾ തന്നെ അനാഥരായി മാറുന്ന കുട്ടികളെ എത്ര വേണം ഉൽപ്പാദിപ്പിക്കുക? ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ വേണ്ടെന്ന് വെച്ചാൽ ഗർഭനിരോധനത്തിന് മാർഗങ്ങൾ അന്ന് അതില്ല. അതവിടെ ഉണ്ടാകാതിരിക്കാൻ, അത്തരം പുതുവഴികളിലേക്ക് മനസ്സ് തിരിയാതിരിക്കാൻ വേണ്ടി ഇവർ കോടികൾ മുടക്കിയിട്ട് പ്രചാരണം നടത്തിയവരാണ്. ഗർഭചിത്രം ഈശ്വര നിഷേധമാണ് എന്ന രീതിയിൽ നോബൽ സമ്മാനം കിട്ടി. അത് വാങ്ങിക്കൊണ്ട് അവർ നടത്തിയ പ്രഭാഷണത്തിലും ഈ കാര്യമാണ് പറഞ്ഞത്. ലോകസമാധാനത്തിന് വിഘാതമായിട്ട് നിൽക്കുന്നത് ഗർഭഛിദ്രമാണ് എന്ന പ്രഖ്യാപനം. അതവിടെ ഉള്ള സദസ്യരെ വാസ്തവത്തിൽ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ലോകസമാധാനത്തിനുള്ള ഏക കാരണം, ഏക ഭീഷണി ഗർഭഛിദ്രമാണ്. ലോകമഹായുദ്ധങ്ങളല്ല, രാജ്യങ്ങൾ തമ്മിലുള്ള സ്പർദ്ധകളല്ല, മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധകളല്ല, നിറത്തിൻ്റെ പേരിലും ഗോത്രത്തിൻ്റെ പേരിലുമുള്ള ലഹളകളല്ല, ഗർഭഛിദ്രമാണെന്ന്. ഏതായാലും ആരും അത് കൈയടിച്ച് പാസ്സാക്കിയില്ല. അവരുടെ മനസ്സിൽ തലയ്ക്കകത്തൊരു മൂഢത പരക്കുകയാണ് ഉണ്ടായത്. എല്ലാം കേട്ടിരുന്നു അവർ. കൃത്രിമമായിട്ടുള്ള ഗർഭനിരോധന ഉപാധികൾ, അതിന് പകരം വേണ്ടത് സ്വാഭാവികമായിട്ടുള്ള ഗർഭനിരോധനമാണ് എന്നൊരു ഉപാധി കൂടി അവർ വെച്ചു. ഒരിക്കലും പ്രാവർത്തികമാക്കാൻ പറ്റാത്തൊരു ഉപാധി. അതും സദസ്യര് സ്വീകരിച്ചില്ല.
സമാധാനത്തിലുള്ള നോബൽ സമ്മാനം വാങ്ങുമ്പോൾ ഗർഭഛിദ്രവും ഗർഭനിരോധനവും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് അവിടെ എന്ത് പ്രസക്തി എന്ന ചോദ്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു വിദേശ മാധ്യമങ്ങൾ. ക്രിസ്റ്റഫർ ഹിച്ചൻസ് പലപ്പോഴായിട്ട് പ്രതികരിച്ചു. അതിലൊന്നിങ്ങനെയാണ്: പള്ളി തെരേസയ്ക്കെതിരായിട്ടുള്ള ഏത് പ്രചാരണവും വിവാദവും കടലിനകത്ത് കായം കലക്കുന്നത് പോലെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥ, ആ ഒരു ഭാവമാണ് കത്തോലിക്ക സഭയും വത്തിക്കാനും കൂടി സംയുക്തമായിട്ട് രൂപപ്പെടുത്തിയെടുത്തത്. ഇന്നും അത് തുടരുന്നു. അൽമായന്മാര് കൽപ്പിച്ചു നൽകുന്ന സ്തോത്ര കാഴ്ചകള്, സംഭാവനകള്, അതിൽ 65 മുതൽ 75% വരെയുള്ള തുക പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. സിനിമകളും നാടകങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചെയ്യുന്ന പോലെ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയൽ, വലുതാക്കി പറയൽ, അതിനു വേണ്ടിയിട്ടാണ് പൈസ ചെലവിടുന്നത്. 1997 പള്ളി തെരേസ മരിച്ചു. 1998 തന്നെ വാഴ്ത്തപ്പെട്ടവളായിട്ട്, വിശുദ്ധയായിട്ട് അന്നത്തെ മാർപ്പാപ്പ ജോൺ മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് അത് സംബന്ധമായിട്ടുള്ള വിപുലമായിട്ടുള്ള പാരമ്പര്യ സംബന്ധിയായിട്ട് നടത്തപ്പെടേണ്ടുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടപടിക്രമങ്ങളും അതിൻ്റെ ക്രൈറ്റീരിയകളും അതൊന്നും മാനിക്കാതെയായിരുന്നു. വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുന്നതിനുള്ള ഏറ്റവും ചെറിയ കാലയളവ് 5 വർഷമാണ്. ഇതിനകം ദൈവരാജ്യത്തിന് അർഹയായിട്ടുള്ള ഈ ആത്മാവ്, ഈ വ്യക്തിയുടെ ആത്മാവ്, അവർ ചെയ്തിട്ടുള്ള അത്ഭുത സിദ്ധികൾ, അതിൻ്റെ അനുഭവങ്ങൾ, അതിൻ്റെ സാക്ഷ്യങ്ങൾ, അതും അനിവാര്യമാണ്. അത് അവലോകനം ചെയ്യണം, നിരീക്ഷിക്കണം, പരീക്ഷണത്തിൽ ഏർപ്പെടണം, അതിനെ വിലയിരുത്തണം. അതിന് കർദിനാൾമാരുടെ വലിയ സഭ തന്നെ അവിടെയുണ്ട്, സമിതി തന്നെയുണ്ട്. എന്നാൽ പള്ളി തെരേസയുടെ കാര്യത്തിൽ ഇവയൊന്നും പാലിക്കപ്പെട്ടില്ല. അവർ മരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു അവരെ വിശുദ്ധിയായിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട്. കോടികളുടെ മേലെ കോടികൾ സംഭാവനയായിട്ട് കിട്ടിയിട്ടും ആ തുകയിൽ ഒരു ചില്ലി കാശ് പോലും അവരാർക്കും കൊടുത്തിട്ടില്ല. കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുകയാണ് ചെയ്തത്. ഇവര് മരിച്ചുപോയ സമയത്ത് അവിടെ കൂടിയ ആളുകളുടെ എണ്ണം 5000-നും 10,000-നും ഉള്ളിലായിരുന്നു. അതേ സമയത്ത് ഇങ്ങ് തമിഴ്നാട്ടിൽ പെരിയോർ രാമസ്വാമി നായ്ക്കർ മരിച്ച സമയത്ത്, അണ്ണാദുരൈ മരിച്ച സമയത്ത്, അതിനുശേഷം MGR, ജയലളിത, കരുണാനിധി മരിച്ച സമയത്ത് ലക്ഷങ്ങളാണ് അവിടെ കൂടിയത്. എന്തുകൊണ്ടാണ് ഇവർ മരിച്ച സമയത്ത് അത് 5000-നും 6000-നും 10,000-നും ചുരുങ്ങിപ്പോയത്? ഇവർ മരിച്ച ദിവസം കൽക്കട്ട സാധാരണ രീതിയിലാണ് മുന്നോട്ട് പോയത്. ഞാനന്ന് ഇടുക്കിയിലായിരുന്നു. അന്ന് അവിടെയുള്ള ഒരു കന്യാസ്ത്രീ മഠത്തിലൂടെ വേണം എനിക്ക് പ്രധാനപ്പെട്ട റൂട്ടിലെത്താൻ വേണ്ടിയിട്ട്, കോളേജിൻ്റെ ഉള്ളിൽ കൂടെ. പാവനാത്മ കോളേജ് എന്ന് പറയും, ഇടുക്കിയിലെ മുരിക്കാശ്ശേരിയിൽ.
ഞാനും എൻ്റെ സുഹൃത്ത് എൽദോസും കൂടി ആ വഴി കടന്നു പോകുമ്പോഴാണ് ഈ വാർത്ത കേൾക്കുന്നത്, റേഡിയോയിൽ വാർത്ത കേൾക്കുന്നത്. പള്ളി തെരേസ അന്തരിച്ചു. അവിടെ പള്ളിയിലേക്ക് പോകുന്ന കന്യാസ്ത്രീകൾ 5 പേര്, 5 or 6 പേര് അവരോട് പറഞ്ഞു, ദേ ഇങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ട്. അവരുടെ പ്രതികരണം എന്തായിരുന്നു അറിയാമോ? അവർ ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ പെട്ടതൊന്നും അല്ല എന്ന്. കാരണം അവരൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ്. ബംഗാളിനെ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിച്ചതെങ്കിലും ബംഗാളികൾക്ക് അവരെ കൊണ്ട് ചില്ലിക്കാശിൻ്റെ ഗുണമുണ്ടായിട്ടുണ്ടായിരുന്നില്ല. ആയതുകൊണ്ട് തന്നെ അവർ ജീവിച്ചപ്പോഴും മരിച്ചപ്പോഴും അവരത് വലിയ രൂപത്തിൽ എടുത്തിട്ടുമുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സഭയ്ക്ക് കിട്ടുന്ന എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര വലിയ ധനം അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും ആയുധ വിൽപ്പനയുടെ ലാഭമടക്കം അവിടെ കുന്നുകൂടി കിടക്കുകയാണ്. അതിൻ്റെ 65-75% അവർ ചെലവഴിക്കുന്നത് പ്രചരണത്തിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇവിടെ സഹായിച്ചു എന്ന് അവിടെ പറയും, അവിടെ സഹായിച്ചു എന്ന് ഇവിടെ പറയും, ഇവിടെ സഹായിച്ചു എന്ന് ഇവിടെ പറയും, അവിടെ സഹായിച്ചു എന്ന് ഇവിടെ പറയും. ആളുകൾ എന്തറിയുന്നു വിഭവം? എല്ലാ മാർപ്പാപ്പന്മാരും ഏതൊരു യുദ്ധം വരുമ്പോഴും കലാപം വരുമ്പോഴും പറയും, കലാപം നിർത്തിവെക്കണം, സമാധാനം വേണം, ശാന്തി വേണം, അമേരിക്കയോട് അപേക്ഷിക്കുന്നു. അമേരിക്ക അത് കേൾക്കാറില്ല. അതൊരു കാറ്റ് പോലെ പോകും ആ വാക്കുകൾ. പക്ഷെ അവരുടെ ബന്ധം, ആന്തരികമായിട്ടുള്ള ഒഴുക്ക് അത് അതിശക്തമാണ്, അന്തർധാര അതിശക്തമാണ്. ആയതുകൊണ്ടാണ് ഏതൊരു അമേരിക്കൻ പ്രസിഡന്റും അധികാരം കിട്ടുമ്പോൾ മാർപ്പാപ്പയെ വന്ന് കാണും, അധികാരത്തിന് ഒഴിയുമ്പോൾ മാർപ്പാപ്പയെ വന്ന് കാണും, ഡീല് ഉറപ്പിക്കാൻ. ഇന്നിപ്പോൾ കേരളത്തിൽ പുതിയ കുറേ സംഭവങ്ങൾ ഉരുത്തിരിയുന്നുണ്ട്. അതിനൊന്നാണ് ബോൺ നത്തോലി. ഈ ബോൺ നത്തോലിയെ വലിയൊരു സംഭവമാക്കി കൊണ്ടുവരികയാണ്. മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ വയോവൃദ്ധനായിട്ടുള്ള, വയസ്സുകൊണ്ട് വൃദ്ധനായിട്ടുള്ള, താടിക്ക് വളർത്തി അങ്ങനെ ഒരാളാണ്. പക്ഷെ ഇവിടെ 12, 13, 14 വയസ്സ് കുട്ടികളെ കൊണ്ടാണ് എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന രീതിയിൽ കുട്ടികളെ നിരത്തിയത്. ഇതിവിടുത്തെ ഹിന്ദു കുട്ടികൾ പോലും, മുസ്ലിം കുട്ടികളല്ല, ഹിന്ദു കുട്ടികൾ പോലും ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ്. അടുത്ത പ്രാവശ്യം ഈ ബോൺ നത്തോലി തൃശ്ശൂരിൽ നടക്കുമ്പോൾ അതിൽ ഹിന്ദു കുട്ടികളും പങ്കെടുക്കും. അതിന് പാറമേക്കാവ് ക്ഷേത്രവും തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ അധികാരികളും മറ്റ് ഹിന്ദു സംഘടനകളും BJPയും സംഘപരിവാറൊക്കെ അതിന് വേണ്ടുന്ന തേപ്പുകൾ തേച്ചു കൊടുക്കുകയും ചെയ്യും. പാപ്പാഞ്ഞി കത്തിക്കൽ, ഇതൊക്കെ പുതിയ പേരുകളാണ്. പാപ്പാഞ്ഞി, ബോൺ നത്തോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ആശംസ, അങ്ങനെ മറ്റോ അർത്ഥമുള്ളൂ. മെറി ക്രിസ്മസ്, സന്തോഷകരമായ ക്രിസ്മസ്. അതിനെയാണ് ഏതോ ഭാഷയിലുള്ള സാധനമായിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. ഇവിടെ ഹിന്ദുക്കളും പറയാൻ തുടങ്ങി, നത്തോലി എന്ന് പറയാൻ തുടങ്ങി. വീട് കയറി താമസിക്കൽ, പാലുകാച്ചൽ ചടങ്ങ്, അതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? ഹിന്ദുക്കൾ ഇപ്പോൾ പറയുന്നത് കുറ്റൂശ. എൻ്റെ വീടിൻ്റെ കുറ്റൂശയാണ്. നാട്ടിൽ തേച്ചു കൊടുത്തിരിക്കുകയാണ് അത്ര വാക്കുകൾ. മോളുടെ കല്യാണം കഴിഞ്ഞോ? അവിടെ കെട്ടിക്കൊടുത്തു. ഈ വാക്കും ഇവിടെ നിന്ന് കിട്ടിയതാണ്. കെട്ടിക്കൊടുക്കലല്ല, കെട്ടി എറിയലാണ്. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. പള്ളിയുടെ മുമ്പിൽ കൂടെ പോകുന്ന ഹിന്ദു കുട്ടികൾ കുരിശു വരയ്ക്കുന്നത് ഇപ്പോൾ ഒരു സാധാരണ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ക്രിസ്മസ് നക്ഷത്രം, ന്യൂ ഇയർ എന്താണ്? കേരളത്തിൻ്റെ കൊല്ലവർഷമാണ്. ന്യൂ ഇയർ കൊല്ലവർഷമാണ്. കൊല്ലം എന്ന ജില്ല
ഉണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട വർഷമാണ് കൊല്ലവർഷം. കൊല്ലം എന്ന് പറഞ്ഞാൽ ഇയർ എന്നല്ല അർത്ഥം. ആ കൊല്ലവർഷമാണ് വാസ്തവത്തിൽ മലയാള വർഷം. അത് നമ്മൾ മറന്നുപോയി. നമ്മുടെ ന്യൂ ഇയർ ജനുവരി 1 അത് നമ്മളെ കൊണ്ട് അങ്ങനെ ആക്കി വെച്ചതാണ്. പുൽക്കൂടുകൾ, ഹിന്ദു ക്ഷേത്രങ്ങളിൽ വരെ പുൽക്കൂടുകൾ, ക്രിസ്മസ് ട്രീകൾ, നക്ഷത്രങ്ങൾ, ഇവര് ബിംബങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനും കൊള്ളാത്ത ഹിന്ദുക്കളെ പോലുള്ള ആളുകൾ അതേപോലെ അത് വിഴുങ്ങുന്നു, അവരത് അനുവർത്തിക്കുന്നു. എല്ലാം കഴിഞ്ഞ് തങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് അറിയുമ്പോഴേക്കും വേദങ്ങളിൽ പറയുന്ന പല്ലി വീണ പാല്, അതിന് സംസ്കൃതത്തിൽ എന്തോ പറയും, അത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കുടിക്കുമ്പോൾ അറിയുന്നില്ല. ആ ഗ്ലാസ്സിനകത്ത് കപ്പിനകത്ത് കുടിച്ച് സന്തോഷമായിട്ട് കുടിച്ച് അവസാനം ഗ്ലാസിൻ്റെ അടിയിൽ നോക്കുമ്പോഴാണ് അതിൽ പല്ലി ചത്തു കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. മദർ തെരേസ മദറല്ല, വിശുദ്ധയല്ല. ഇവിടെ ഇപ്പൊ കാണുന്ന ശിരോവസ്ത്രം ധരിച്ച് നടക്കുന്ന പള്ളിപ്പെണ്ണുങ്ങളുടെ പോലെ ഒരു പള്ളിപ്പെണ്ണ്. അന്നത്തെ കാലം അവർ മരിക്കുന്നത് വരെ 1997 വരെ ഇവിടെ കാര്യങ്ങളൊക്കെ അവർക്ക് അനുഗുണമായിട്ടാണ് പോയിരുന്നത്, അനുരോധമായിട്ടാണ് പോയിരുന്നത്. പക്ഷെ ഇന്നായിരുന്നെങ്കിലോ, 2025 ആണ്ടിലായിരുന്നെങ്കിലോ, അതൊരു ചിന്താവിഷയമാണ്. നമസ്കാരം.